ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ വാലി അഗ്രികൾച്ചറൽ നഴ്സറിയിലാണ്. ആയൂർ കൊട്ടാരക്കര റൂട്ടിൽ പൊലിക്കോട് ജംഗ്ഷനിലാണ് ഗ്രീൻ വാലി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ബൊഗെയിൻവില്ലയുടെ സീസൺ ആണല്ലോ. പൂക്കൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാണുള്ളതല്ലേ? ഈ നഴ്സറിയിൽ ധാരാളം പ്ലാന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ബൊഗെയിൻവില്ലയുടെ ഒരു മാന്ത്രിക ലോകം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഗ്രീൻ വാലിയുടെ എൻട്രൻസ് കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, നടുമ്പോൾ നല്ലത് മാത്രം. അതായത് നമ്മൾ അവിടുന്ന് പച്ചക്കറികളായിക്കോട്ടെ, പൂക്കളുടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ, ഏതായാലും നമ്മൾ അവിടുന്ന് വാങ്ങുന്നത് നമുക്ക് നല്ല രീതിയിൽ ഫലം തരണം. പൂക്കളാണെങ്കിൽ പൂക്കൾ തരണം, അല്ല ഫലവൃക്ഷങ്ങളാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ അത് നല്ല കായ്ഫലം തരണം. ആ ഒരു സന്ദേശത്തോടു കൂടിയാണ് നമ്മൾ അതിനകത്തേക്ക് കയറുന്നത്. നമ്മുടെ കണ്ണിനും മനസ്സിനും നല്ല രീതിയിൽ ആനന്ദം തരുന്ന കാഴ്ചയാണ് അവിടുത്തെ പൂക്കളുടേത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിയിൽ, ഇവിടെ പോകണമെന്ന് കരുതി കയറിയതല്ല, വരുന്ന വഴിയിൽ ഈ ഗാർഡൻ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി. നല്ല ഉച്ച സമയത്ത്, ഒരു 3 മണി, നല്ല വെയിലുള്ള സമയത്താണ് നമ്മളവിടെ കയറിയത്. അതുകൊണ്ട് നല്ല ഫോട്ടോസോ വീഡിയോസോ ഒന്നും നമുക്ക് കിട്ടിയതും ഇല്ല. പക്ഷേ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഫുള്ള് കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട്. കുറേയൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം ഒരു 5 ഏക്കർ സ്ഥലത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ബൊഗെയിൻവില്ലകളും അവിടെ ഉണ്ട്. ഫൈറോപ്പാല്, അതുപോലെ റൂബി റെഡ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി, അഡേർണ, അങ്ങനെ വെറൈറ്റീസിന്റെ ഒരു കലവറയാണ് നമ്മുടെ ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡന്. നല്ല കോസ്റ്റ് വരുന്നതാണ് ഈ കാണുന്ന റൂബി റെഡ് ഒക്കെ. ഇതിന് ഇവിടുത്തെ വില എന്ന് പറയുന്നത് 390 രൂപയാണ്. 80 രൂപ മുതൽ 1000, 10,000 രൂപ വരെയുള്ള ബൊഗെയിൻവില്ലകളുടെ കളക്ഷൻ വരെ ഇവിടെയുണ്ട്. കണ്ണെത്താ ദൂരത്തോളമാണ് പൂക്കളിങ്ങനെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഒരു ചെടിയിൽ തന്നെ 5ഉം 6ഉം വെറൈറ്റീസ് അവർ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബൊഗെയിൻവില്ലാസ് ഒക്കെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണല്ലേ. അത് കാരണം നമുക്ക് മുള്ളു കൊള്ളുമെന്നുള്ള ഒരു പേടിയും വേണ്ട. അത് എപ്പോഴും പൂക്കൾ തരികയും ചെയ്യും. കറക്റ്റായിട്ട് അത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയും അതിന് വളങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ എപ്പോഴും അത് പൂക്കൾ തരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്നത്, ഡീപ് പ്രൂണിങ് ഒരു ഡിസംബർ പകുതി ആകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ജനുവരി പകുതി ആകുമ്പോഴത്തേക്കോ ചെയ്തിരിക്കണം. അതിനാവശ്യത്തിന് വളങ്ങളും കൊടുക്കണം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഗ്രീൻ വാലിയുടെ പ്രത്യേകത, ഇവിടെ നല്ല പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത്. അത് 100% നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. നമുക്കിഷ്ടമുള്ള പ്ലാന്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ എടുത്തു പറയത്തക്കത് അവിടെയുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ഇത് ഓരോന്നും സെലക്ട് ചെയ്യാൻ നമ്മളോടൊപ്പം അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കുട്ടിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അത് ഓരോന്നും വിശദമാക്കി തരുന്നുണ്ട്. അത് ഏത് ഫ്ലവറാണ്, എങ്ങനെയാണ്, എത്ര രൂപയാണ്, ഇതൊക്കെ ആ പൊരി വെയിലത്ത് നിന്ന് നമുക്ക് കുടയൊക്കെ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രീൻ വാലിയുടെ പ്രത്യേകത, ഇവിടെ നല്ല പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത്. അത് 100% നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. നമുക്കിഷ്ടമുള്ള പ്ലാന്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ എടുത്തു പറയത്തക്കത് അവിടെയുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ഇത് ഓരോന്നും സെലക്ട് ചെയ്യാൻ നമ്മളോടൊപ്പം അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കുട്ടിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അത് ഓരോന്നും വിശദമാക്കി തരുന്നുണ്ട്. അത് ഏത് ഫ്ലവറാണ്, എങ്ങനെയാണ്, എത്ര രൂപയാണ്, ഇതൊക്കെ ആ പൊരി വെയിലത്ത് നിന്ന് നമുക്ക് കുടയൊക്കെ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഞങ്ങൾ ചെന്ന ദിവസം മിക്ക ചെടികൾക്കും ഓഫർ ഇട്ടിട്ടാണ് ആ പ്രൈസ് അവിടെ എഴുതി വെച്ചിരുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടത്, റോസുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് റോസിലായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് 10 റോസ് 100 രൂപയ്ക്കും, അതുപോലെ ഒരു റോസ് 40 രൂപ, 80 രൂപ, 100 രൂപ, 120 രൂപ, അങ്ങനെ പല വെറൈറ്റീസ് പല വിലകളിൽ അവൈലബിൾ ആയിരുന്നു. ഇതെല്ലാം കാണുന്നത് റൂബി റെഡ് ആണ് കേട്ടോ. ഒരു ഹ്യൂജ് കളക്ഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ റോസിന്റെ കളക്ഷൻ? ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ നിന്ന് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു പേജ് ഉണ്ട്, ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കര എന്നാണ് അതിൻ്റെ പേര്. അതിൽ കയറി നോക്കിയാൽ അന്നുള്ള പ്ലാന്റ്സിൻ്റെ വിവരങ്ങളും എത്ര രൂപയാണെന്നൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. എല്ലാവരെയും പോലെ ആവുന്നതിലല്ല, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി മാറുന്നവരിലാണ് സൗന്ദര്യം കൂടുതൽ, അല്ലേ? ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡനിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.
പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.